ഡ്രൈവിംഗ് എന്നത് നിരന്തരമായ ഒരു പഠനമാണ്. ഓരോ യാത്രയും ഓരോ പാഠങ്ങളാണ്. ആദ്യ ദിവസം നാം വാഹനം ഓടിച്ച രീതിയിലേ ആയിരിക്കില്ല 2-3 വർഷത്തിന് ശേഷം നമ്മുടെ ഡ്രൈവിംഗ്. ആദ്യ ദിവസം നാം എങ്ങനെയായിരിക്കും ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടാവുക? താഴെ നോക്കി ഇത് തന്നെയാണോ ബ്രേക്ക് എന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും. ഓരോ ദിവസവും തെറ്റായ ശീലങ്ങൾ നമ്മുടെ ഡ്രൈവിംഗിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാം. ആക്സിഡന്റ്സ് ആർ നോട്ട് കോസ്ഡ് ബൈ നോവിസ് ബട്ട് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ. അപകടം ഉണ്ടാകുന്നത് ആദ്യ യാത്രകളിലല്ല, മറിച്ച് എക്സ്പീരിയൻസ് ആവുമ്പോഴാണ്. ഇവിടെയാണ് IPDE എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഐഡന്റിഫൈ, പ്രഡിക്റ്റ്, ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട് എന്നതിന്റെ ചുരുക്ക രൂപമാണ് IPDE. നിരന്തരം നമ്മുടെ ഡ്രൈവിംഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് IPDE. ആദ്യ ദിവസം നാം എങ്ങനെയായിരിക്കും ഒരു വാഹനത്തെ മറികടന്നിട്ടുണ്ടാവുക? വളരെ സാവധാനം, പേടിച്ച് ഹോണടിച്ച് ആ വാഹനത്തിന്റെ പുറകെ നാം പതുങ്ങി പോകും. കുറെ സമയം കഴിഞ്ഞിട്ടും ആ വാഹനം മാറിയില്ലെങ്കിലും നാം പതുക്കെ ആ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കും. അങ്ങനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് എതിർവശത്തുനിന്ന് ഒരു ലോറി വരുന്നത് കാണുന്നു എന്നിരിക്കട്ടെ. ഇവിടെ ഞാൻ ഒരു അപകട സാധ്യതയെ, ഒരു ഹസാർഡിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. അപകട സാധ്യതയെ കണ്ടു കഴിഞ്ഞാൽ എന്നിൽ ചില ചിന്തകൾ വരും. അതിനെയാണ് പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ആ വാഹനത്തെ മറികടക്കുന്നതിന് മുമ്പ് ആ വാഹനം വേഗത ആർജിക്കുന്നു, എതിരെ വരുന്ന ലോറി അതിനു മുമ്പായിട്ട് എന്റെ അടുത്തേക്ക് എത്തുന്നു, അഥവാ വന്നാൽ ആ വാഹനത്തിന് വെട്ടിച്ചു മാറ്റാനുള്ള സ്ഥലമുണ്ടോ? ഇങ്ങനെ നിരവധി ചിന്തകൾ നമ്മളിലൂടെ കടന്നുപോകും. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, ആ പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിൽ നാം ഒരു ഡിസിഷനിൽ എത്തിച്ചേരും. ഒന്നെങ്കിൽ കയറാമെന്നോ അല്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്നോ. കയറാൻ പറ്റില്ല എന്നാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് ആ വാഹനത്തിന്റെ പുറകിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും. അങ്ങനെ വാഹനത്തെ മറികടക്കാൻ പറ്റാതിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും എന്റെ പുറകിൽ വരുന്ന ഒരു ബസ് ഹോണടിച്ച് എന്നെ സൈഡിലേക്ക് മാറ്റി കടന്നുപോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് എനിക്ക് ഒരു 2 വീലർ കയറ്റാൻ പറ്റാത്തടത്ത് ഒരു ബസ് കടന്നുപോയത്? ഞാൻ കണ്ട അപകട സാധ്യതയല്ല ആ ബസ് ഡ്രൈവർ കണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ആദ്യ ദിവസം ഞാൻ മറികടന്നു എന്നിരിക്കട്ടെ. എങ്ങനെയാണ് ആ മറികടക്കൽ സാധ്യമായത്? മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ ഒരു സെക്കൻഡിൽ 17 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡിൽ 17 മീറ്റർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഞാനാണ് 1 മീറ്റർ ഗ്യാപ്പ് ഉണ്ടാക്കി ആ 2 വാഹനങ്ങളുടെ ഇടയിൽ കൂടി കടന്നുപോയത്. ആ 1 മീറ്റർ ഗ്യാപ്പ് എങ്ങനെയാണ് ഉണ്ടായത്? എന്റെ മാത്രം കഴിവാണ്? തീർച്ചയായും അല്ല. എന്നെ കണ്ട് ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വാഹനം ഒന്ന് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ടുണ്ടാവും. എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനം ചിലപ്പോൾ ഒന്ന് ബ്രേക്കിലേക്ക് കാല് വച്ചിട്ടുണ്ടാവും. ഇവർ രണ്ടുപേരും കൂടി സഹകരിച്ചത് കൊണ്ടാണ് എനിക്ക് ആ 1 മീറ്റർ ദൂരം അവിടെ തുറന്നു കിട്ടിയത്. എന്റെ മാത്രം കഴിവേയാണ്. ഇനി ഞാൻ ആദ്യത്തെ ദിവസം മറികടന്നു എന്നിരിക്കട്ടെ. അടുത്ത ദിവസം ഞാൻ 1 സെക്കൻഡ് മുമ്പേ കയറും. ഇങ്ങനെ ഓരോ ദിവസവും ആ അപകട സാധ്യതകൾ എന്നിൽ കൂടി വരാൻ തുടങ്ങും. എല്ലാ വളവിലും ഏത് തിരിവിലും ഞാൻ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങും. ഇവിടെയാണ് ഡ്രൈവിംഗിൽ തെറ്റായ ശീലങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നത്. മറിച്ച് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ വാഹനവുമായി ഇടിച്ചു എന്നിരിക്കട്ടെ, പിന്നെ ഞാൻ ജീവിതത്തിൽ ആ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കില്ല. ഇവിടെയും ഒരു പാഠങ്ങൾ നടക്കുന്നുണ്ട്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നിരന്തരമായ ഈ പാഠങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ ഡ്രൈവിംഗിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന തെറ്റായ ശീലങ്ങളെ നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. 10 വർഷം അപകടമില്ലാതെ വാഹനം ഓടിച്ചു എന്നുള്ളത് 11ാമത്തെ വർഷം അപകടം ഉണ്ടാകാതിരിക്കാനുള്ള കാരണമേ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന തെറ്റായ ശീലങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയും നമ്മുടെ ഡ്രൈവിംഗിലെ തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഡ്രൈവിംഗിനെ തെളിച്ചെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപകടരഹിതമാകട്ടെ നമ്മുടെ യാത്രകൾ.